ശബരിമലയുടെ വികസനത്തിനാണ് പ്രഥമ പരിഗണനയെന്ന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റ ബാബു ജോർജ് പറഞ്ഞു. GCN ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. ആദ്യത്തെ പരിപാടി ശബരിമല ഭക്തർക്ക് വേണ്ടി, തീർത്ഥാടനത്തിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പം അവരുടെ ബഡ്ജറ്റിലോ അല്ല ഇപ്പോഴത്തെ കാര്യങ്ങളിലോ ജില്ലാ പഞ്ചായത്തിൽ ശബരിമലയുമായി ബന്ധപ്പെടുത്തി ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് സങ്കടവും തോന്നി. ജില്ലാ പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന സ്ഥലത്താണ് നമ്മുടെ ശബരിമല ക്ഷേത്രം നിലനിൽക്കുന്നത്. ആ ശബരിമല ക്ഷേത്രത്തിൻ്റെ എന്തൊക്കെ ജില്ലാ പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുമോ അത് മുഴുവൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കൂടാതെ നമ്മുടെ മനസ്സിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ, കലഞ്ഞൂരിൽ നിന്നുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എൻ്റെ ആദ്യത്തെ ആഗ്രഹം നമ്മുടെ കലഞ്ഞൂർ പ്രദേശത്ത് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എൻ്റെ മുൻപിൽ ഒരു ശബരിമല ഭക്തർക്കായി ഒരു ഇടത്താവളം ഉണ്ടാക്കാൻ ജില്ലാ പഞ്ചായത്തിന് കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. മാറി മാറി വന്ന ഭരണാധികാരികൾ ശബരിമലയുടെ വികസനത്തിനും തീർത്ഥാടകരുടെ സൗകര്യത്തിനുമായി കാര്യമായി ഒന്നും ചെയ്യാൻ തയ്യാറായിട്ടില്ലെന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടക കേന്ദ്രമായ ശബരിമലയിൽ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും ചെയ്യുമെന്നും പ്രഥമ പരിഗണന അയ്യപ്പ സന്നിധിക്കും അയ്യപ്പ ഭക്തന്മാർക്കുമാണെന്നും ബാബു ജോർജ് പറഞ്ഞു. ബാബു ജോർജുമായി നടന്ന അഭിമുഖം GCN വാർത്തകൾക്ക് ശേഷം സംപ്രക്ഷേപണം ചെയ്യുന്നതാണ്. സജി മാരൂരിന്റെ നേതൃത്വത്തിലുള്ള ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നവീന ആശയങ്ങളുമായി ഭരണ നിർവഹണത്തിലേക്ക്. സജി മാരൂർ പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇന്നു മുതൽ ഭരണനിർവഹണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് GK പിള്ളയാണ് സജി മാരൂരിനെ പഞ്ചായത്ത് ഭരണസമിതി ഓഫീസിലേക്ക് കൈപിടിച്ച് ആനയിച്ചത്. 10 വർഷത്തിന് ശേഷമാണ് ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിൽ UDF അധികാരത്തിൽ വരുന്നത്. അതിനു മുൻപ് 1995-2000 കാലഘട്ടത്തിൽ മാത്രമാണ് ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിൽ UDF ഭരണം നിർവഹിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിനി സുഗു, കോൺഗ്രസ് മെമ്പർമാർ എന്നിവർക്ക് പുറമെ മെമ്പർമാരായ മിനി അലക്സാണ്ടർ, സന്ധ്യ, സാറാമ ഉണ്ണോണി, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ PK ചെല്ലമ്മ, റജി പൂവത്തൂർ, M രാധാകൃഷ്ണൻ നായർ, PK വിജയൻ, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും ചടങ്ങിൽ പങ്കെടുത്തു. തകർന്നു കിടക്കുന്ന മൃഗാശുപത്രി കെട്ടിടം പുനരുദ്ധരിക്കുക, കുടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതി, കാർഷിക മേഖലകളിലേക്ക് മുൻതൂക്കം നൽകിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, റോഡുകൾ സംരക്ഷിക്കുന്നതിനായി പദ്ധതികൾ നടപ്പിലാക്കുക എന്നിവയ്ക്ക് പുറമെ പഞ്ചായത്ത് കോംപ്ലക്സ് എന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുവാനുള്ള ശ്രമങ്ങളും തന്റെ ഭരണകാലത്ത് ഉണ്ടാകുമെന്ന് സജി മാരൂർ GCN ന്യൂസിനോട് പറഞ്ഞു. വർഷങ്ങളായി ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് രൂപ പഞ്ചായത്തിന് നഷ്ടം വരുത്തിക്കൊണ്ടിരുന്ന മൃഗാശുപത്രി കെട്ടിടമാണ്. മൃഗാശുപത്രി കെട്ടിടം വളരെ എളുപ്പം ആ പദ്ധതി നടപ്പാക്കും. മാത്രമല്ല, പിന്നെ ഒരു പ്രധാന വിഷയം കുടുംബശ്രീയുടെ വനിതകൾക്ക് സ്വന്തമായി എന്തെങ്കിലും മൈക്രോ സംരംഭങ്ങൾ തുടങ്ങുന്ന പദ്ധതി വളരെ വേഗം ആലോചിക്കുകയും വനിതകളെ സാമ്പത്തികമായി ഇൻഡിപെൻഡൻ്റ് ആകുന്ന തരത്തിൽ കുടുംബശ്രീയെ മുമ്പോട്ട് കൊണ്ടുപോകും. അതുകൂടാതെ തൊഴിലുറപ്പ് പദ്ധതി കാർഷിക മേഖലയ്ക്ക് ഗുണം വരുന്ന തരത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയെ വിപുലീകരിച്ച് നടപ്പാക്കുവാൻ പരമാവധി ശ്രമിക്കും. നമ്മുടെ ഗ്രാമീണ റോഡുകൾ, അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഇന്ന് തന്നെ ഞങ്ങളൊരു പരിപാടി ആരംഭിക്കുകയാണ്. തരിശ് നിലം നമുക്ക് കുടുംബശ്രീയെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് കൃഷി യോഗ്യമാക്കുന്ന തരത്തിലേക്ക് ഒരു പരിപാടി ഇന്ന് ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികൾക്ക് മുൻതൂക്കം നൽകി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി. പിന്നെ ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയായി നിൽക്കുന്നു വളരെ പഴക്കം ചെന്ന പഞ്ചായത്ത് ആസ്ഥാനം. അത് സത്യത്തിൽ പെയിൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒരു സ്വപ്ന പദ്ധതിയാണ് പഞ്ചായത്ത് കോംപ്ലക്സ്. അത് നിർമ്മിക്കുന്നതിന് വളരെ ഇവിടെയുള്ള എല്ലാ ആളുകളുമായി ആലോചിച്ച് വളരെ വലിയ ഒരു പദ്ധതിയാക്കി കാലാവധി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പഞ്ചായത്ത് കോംപ്ലക്സ്, ഓഫീസ് കോംപ്ലക്സ്, അത് വളരെ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നതാണ്. ഏനാദിമംഗലം വില്ലേജിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ നെൽകൃഷിക്ക് പുനർജീവൻ. ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുറുമ്പകര 10ാം വാർഡിൽ തരിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങൾ കണ്ണങ്കര ദീപം കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നെൽകൃഷി ചെയ്യുന്നതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് സജി മാരൂർ നിർവഹിച്ചു. വാർഡ് മെമ്പർ K രാമചന്ദ്രൻ ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഏനാദിമംഗലം കൃഷി ഓഫീസർ സുനിത സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് മെമ്പർ ഓമനയമ്മ ശാന്തപ്പൻ നായർ, കുടുംബശ്രീ പ്രസിഡന്റ് പ്രസന്ന, അനുജ, ഷീല വിജയൻ, അരുൺ രാജ്, PK വിജയൻ, PK ചെല്ലമ്മ, GK പിള്ള, സേവാദൾ പ്രസിഡന്റ്
ശ്രീജിത്ത്, വാർഡ് പ്രസിഡന്റ് സുരേന്ദ്രൻ പിള്ള, ഗോവിന്ദൻ, ശിവരാമൻ, ഗോപാലകൃഷ്ണൻ, വസന്തകുമാരി എന്നിവർ ആശംസകൾ അർപ്പിച്ചു.